ഞാൻ ഒരു ബിരിയാണി വിറ്റ ദിവസമുണ്ട്. ഒരെണ്ണം ഒരു ബിരിയാണി വിറ്റ ദിവസമുണ്ട്. അവിടുന്ന് ഞാൻ തിരിച്ച് ഇവിടെ നിന്ന് കരഞ്ഞേച്ച് പോയ ദിവസമുണ്ട്. എന്താ ഇത്രയും നഷ്ടം വരുമല്ലോ, വേറെ എന്തെങ്കിലും വന്നാൽ പിന്നെ ചെയ്യാം, ഇത് നഷ്ടപ്പെട്ടു പോവില്ലേ. എന്നിട്ട് ഞാൻ തോറ്റില്ല, വീണ്ടും കടം മേടിച്ച് ഒന്നരയാൾക്ക് ഉണ്ണാനുള്ള ചോറ്. ഹായ് നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിൽ മുക്കട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കൃഷ്ണപുരം അടുത്താണ് കേട്ടോ. അപ്പം ഇവിടെ ഒരു കൊടയുടെ താഴെയായിട്ട് ഒരു ചേച്ചിയെ കണ്ടു. ചിക്കൻ ദം ബിരിയാണിയാണ്. ഞാനിപ്പോൾ ആ ഒരു പാത്രം തുറന്നപ്പോൾ നല്ല വറുത്തരച്ച ചിക്കൻ, ഒരു വലിയ പൊതി നന്നായിട്ട് തന്നെ ചോറ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ബിരിയാണി കച്ചവടത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഞാൻ വീട്ടിൽ വെച്ച് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുത്തോണ്ടിരുന്നതാ. ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുത്തോണ്ടിരുന്ന. അപ്പൊ അതെനിക്ക് ശരിയാവത്തില്ല. ഞാൻ അതിന്റെ ഇടയ്ക്ക് കല്യാണ പാചകത്തിന് പോകും, വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട്, കശുവണ്ടി ഫാക്ടറി പോയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 22 വർഷമായി. എനിക്ക് 2 മക്കളുണ്ട്. സ്വന്തമായിട്ടൊരു സെൻറ്റ് ഭൂമിയില്ലായിരുന്നു. അങ്ങനെ പലരും സഹായിച്ച്, പലരല്ല ഒരാൾ സഹായിച്ച് ഞങ്ങൾക്ക് 5 സെൻറ്റ് ഭൂമിയൊക്കെ കിട്ടി. പക്ഷേ ആ ഭൂമി കിട്ടി അന്ന് മുതൽ ആ പ്രമാണം സൊസൈറ്റിയിലായി. ഇന്നും ഞാൻ അതിനൊക്കെ ആ പ്രമാണം വെച്ചേച്ച് ഞാൻ പല പ്രാവശ്യം പലിശ അടച്ചടച്ച് ഏതാണ്ട് ആ എടുത്തതിൽ കൂടുതൽ ഞാൻ പലിശ അടച്ചിട്ടുണ്ട്. 6 ലക്ഷം രൂപയോളം പലിശ അടച്ചിട്ടുണ്ട്. ഇപ്പം വീണ്ടും 5,46,000 രൂപ ആയിട്ട് കിടക്കുക. പിന്നെ എനിക്കത് അങ്ങനെ ആയി. എൻ്റെ മോടെ കല്യാണം കഴിഞ്ഞു, എൻ്റെ മോൻ്റെ കല്യാണമൊന്നും ആയില്ല. കടങ്ങളും ഭാരങ്ങളും കൂടി വരുന്ന ജീവിത പ്രയാസങ്ങൾ കാരണം ഒരു തട്ടുകടയിട്ട് എൻ്റെ ഈ കൈ തോളേന്ന് കമ്പി കിടക്കുക. അവിടെ ഒരു പാട് കാണാം, തോളേന്ന് കമ്പി കിടക്കുക. ഇത് പൊറോട്ട അടിക്കാൻ പറ്റത്തില്ല, ഈ കൈ ഉരുണ്ട് വീണ്. അപ്പം കാലും കൈയൊക്കെ അങ്ങ് വീഴുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ഡിസംബറിൽ കാലൊടിഞ്ഞ് എല്ലാം കൂടെ ആയപ്പം പൊറോട്ട അടിക്കാനും ഒക്കെ പറ്റാഞ്ഞപ്പോൾ അത് പറ്റുന്നില്ല. വീണ്ടും പാചകത്തിന് പോയി തുടങ്ങിയപ്പം അവിടെ ആകുമ്പോ വലിയ ജോലി. പാചകത്തിന് പോവായിരുന്നു അല്ലേ? 28 വർഷം കൊണ്ട് പോകും. അതെനിക്കത് തുറന്നപ്പോൾ മനസ്സിലായി ചിക്കന്റെ ആ ഒരു ചെയ്ത രീതി കണ്ടിട്ട്. ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അത് കണ്ടില്ലേ, നല്ല വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അതിന്റെ ആ ഒരു ചന്തം കണ്ടില്ലേ. അതുപോലെ ഒരു പൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പൊതിയായിരിക്കും അല്ലേ? 3 പീസ് ഇറച്ചി കാണും. 3 പീസ് ഇറച്ചി കാണും. 3 പീസ് ഇറച്ചി കാണും. അതുപോലെ ചോറ് ഒന്നരയാൾക്കല്ല, 1.5 ഉണ്ണാനുള്ള ചോറ്. 1.5 ആൾക്ക് ഉണ്ണാനുള്ള ചോറ് വലിയൊരു പൊതിയാണ് കേട്ടോ കൊടുക്കുന്നത്. 100 രൂപ അല്ലേ? 100 രൂപ. അപ്പൊ അങ്ങനെ ജീവിത പ്രയാസങ്ങൾ കാരണമാണ് ഈ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം? ഞാൻ ഒരു ബിരിയാണി വിറ്റ ദിവസമുണ്ട്. ഒരെണ്ണം ഒരു ബിരിയാണി വിറ്റ ദിവസമുണ്ട്. അവിടുന്ന് ഞാൻ തിരിച്ച് ഇവിടെ നിന്ന് കരഞ്ഞേച്ച് പോയ ദിവസമുണ്ട്. എന്താ ഇത്രയും നഷ്ടം വരുമല്ലോ, വേറെ എന്തെങ്കിലും വന്നാൽ പിന്നെ ചെയ്യാം, ഇത് നഷ്ടപ്പെട്ടു പോവില്ലേ. എന്നിട്ട് ഞാൻ തോറ്റില്ല, വീണ്ടും കടം മേടിച്ച് പിറ്റേന്നും വരിക. അങ്ങനെ ആയ ഒരു 40-45 ഒക്കെ ആയപ്പോഴത്തേന് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലായി. ഒരു 8 ദിവസം അങ്ങനെയും പോയി. അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങി. പിന്നെ എൻ്റെ അമ്മ മരിച്ചു. 2 ആഴ്ച അങ്ങനെയും പോയി. വീണ്ടും ഇന്നലെ മുതലാണ് ഞാൻ പിന്നെ തുടങ്ങിയത്. ഇന്ന് ഞാൻ കാണാനിടയാവുകയും ചെയ്തു. എനിക്കെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് ആ പ്രമാണം സൊസൈറ്റിയിൽ നിന്നൊന്ന് എടുത്തു വെച്ച് ഒരു ദിവസം ഞാൻ ഓർമ്മയായ നാൾ മുതൽ ജോലി ചെയ്യുക. എൻ്റെ അച്ഛൻ കുഞ്ഞിലേ മരിച്ചു പോയതാണ്. ഞങ്ങൾ 5 പേര്. അങ്ങനെയും ഞങ്ങൾക്കൊരു സുഖം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പ്രമാണം എനിക്ക് ഒരുപാട് അസുഖങ്ങളല്ലാതെ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു മോന് വലിയ പഠിത്തം +2 കഴിഞ്ഞാണെങ്കിലും അവൻ മൈക്കാട് പണിക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് അവൻ്റെ ഇന്നും വലിയ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊന്നും ഇല്ലാത്തവരെ മറ്റുള്ളവരുടെ ആശ്രയം കൊണ്ട് എത്ര നാൾ നമുക്ക് ജീവിക്കാൻ പറ്റും. എന്നാ എൻ്റെ ഹസ്ബൻഡിന്റെ ആളുകളൊക്കെ നല്ല കാശ് ടീമാണ്. ഇപ്പം ഇവിടെ എത്ര മണിയാകുമ്പോൾ വരും? ഞാൻ 10:30 ആകുമ്പോ. എത്ര മണിക്ക് ഇത് ചെയ്തു തുടങ്ങും? ഞാൻ ഈ ഇവിടുന്ന് പോയി ഒച്ചറ ചെന്ന് സാധനം എല്ലാം മേടിച്ച് വീട്ടിൽ ചെന്ന് ഇതെല്ലാം അരിഞ്ഞു പെറുക്കി ചിക്കൻ കൊണ്ടുവന്ന് വറുത്തെല്ലാം വെച്ചേച്ച് ഞാൻ കിടക്കുന്നത് രാത്രി 12 മണിക്ക്. വറുത്താണ് ചെയ്യുന്നത് അല്ലേ? വർക്കിലാ ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മേടിച്ചോണ്ട് പോകുന്ന ആളുകൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ചിക്കൻ ദം ബിരിയാണി വലിയൊരു ചെമ്പുണ്ട്. ഇത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നതാണ് കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ബിരിയാണിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ സ്ഥലം മറന്നുകൊണ്ട്, ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് കൃഷ്ണപുരം മുക്കട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. മ്യൂസിയത്തിന്റെ അടുത്ത്, തൊട്ടടുത്തായിട്ട് മ്യൂസിയം ആണ്. ചിക്കൻ വറുത്തരച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ചെമ്പ് നിറച്ച് ചോറ് കൊണ്ടുവരുന്നു അല്ലേ? കൊണ്ടുവരും. അത് ഇപ്പൊ തീരാൻ വേണ്ടി പോവുകയാണ്. പൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല 1.5 പൊതിയാണ് കേട്ടോ. അപ്പം ഇവിടെ 2 പൊതി ഇരിപ്പുണ്ട്. അത് ഞാനങ്ങ് എടുത്ത് അപ്പം ചേച്ചിയുടെ കച്ചവടം എല്ലാവരും ഒന്ന് ഉഷാറാക്കി കൊടുക്കുക. ഒരുപാട് ജീവിത പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ചേച്ചി കൂടിയാണ്.
അപ്പം ചേച്ചിയെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ കൂടി ഒന്ന് വീഡിയോയിൽ രേഖപ്പെടുത്തിയേക്കാം. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അക്കൗണ്ട് കൂടി ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ചെയ്ത് ചേച്ചിയെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത് വായിക്കതോ. അതുപോലെ മിനറൽ വാട്ടർ ഉണ്ട് കേട്ടോ, മിനറൽ വാട്ടർ ഉണ്ട്. ഇതിനകത്ത് എന്തോ ഇരിക്കുന്നത്? അത് തീർന്നതാ, ഇതിനകത്ത് നിറച്ച് വന്നതിന്റെ ബാലൻസ് കൊണ്ടുവന്നതാ. ഓക്കെ, ഞാൻ ഹിറ്റിംഗ് എന്നാ ഞാൻ ഇട്ടോളാം. ഈ കല്യാണ പരിപാടിക്ക് ചെയ്തില്ലേ ആ സലാഡൊക്കെ, അതിന്റെ ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ. എല്ലാം അങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോ എത്ര പൊതിയും കൂടെ കാണും? തീർന്നു, ഇനി ഒന്ന് 2 പൊതി കാണും. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ എത്ര? 200 രൂപ അല്ലേ? 100 രൂപയ്ക്കാണ് ബിരിയാണി വിൽക്കുന്നത് കേട്ടോ. എന്തായാലും സന്തോഷം. കച്ചവടമൊക്കെ നല്ല രീതിയിൽ ഉഷാറാകട്ടെ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനി വരുമ്പോൾ കച്ചവടമൊക്കെ ഉഷാറായെന്ന് എന്നോട് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അപ്പം സ്ഥലം പറഞ്ഞുകൊണ്ട് കൃഷ്ണപുരമാണ് കേട്ടോ. മറ്റൊരു ആഴ്ചയുടെ അടുത്ത തീയതിയിൽ വീണ്ടും കാണാം.